ക്യാപ്സിക്കം കുറച്ച് തൈരും ഉണ്ടെങ്കിൽ നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലൊരു കറി തയ്യാറാക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷ് ആട്ടോ ഇത്. നമ്മളിത് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കടുക ചേർത്ത് കൊടുക്കുന്നത്. കടുക് പൊട്ടി വരുന്ന സമയത്ത് ഇതിലേക്കൊരു 2-3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് കളറ് മാറിപ്പോകണ്ട കേട്ടോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണം മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള ഇതുപോലെ അരിഞ്ഞതും കൂടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് സവാള വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇത്തിരി ഉപ്പും കൂടിയും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു 1.5 ക്യാപ്സിക്കാണ്, ഞാൻ അത്യാവശ്യം വലിപ്പമുള്ള 1.5 ക്യാപ്സിക്ക എടുത്തത്, അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ്. അപ്പോൾ നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിൽ അങ്ങനെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഞങ്ങളുടെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികൾ ചേർക്കാം. അതായത് ഒരു 1/2 ടീസ്പൂൺ ജീരകപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി ഇവിടെ കാശ്മീരി മുളക് പൊടി ആയിട്ട് എടുത്ത് അതുകൊണ്ട് അധികം എരിവുണ്ടാവില്ല. അപ്പോൾ എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 1/2 ടീസ്പൂൺ എടുത്താൽ മതി. ഇനി നമുക്കിത് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ക്യാപ്സിക്കം ഒരുപാടങ്ങ് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അല്ലെങ്കിൽ കടലമാവിൻ്റെ ആ ഒരു ചുവ ഉണ്ടാകും കേട്ടോ നമ്മളെ കറിക്ക്. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് ചൂടുവെള്ളം കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ആ ഒരു കട്ട പിടിച്ച പോലെയുള്ള ആ ഒരു മാവിങ്ങനെ കിടക്കുന്നുണ്ട്, അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ചേർത്തത്. ഇനി നമുക്ക് നല്ലപോലെ വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് അത്യാവശ്യം പുളി ഇല്ലാത്ത തൈരാട്ടോ ഇത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു 1/4 കപ്പ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തൈര് നല്ലോണം ഉടച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഫ്ലെയിം നല്ലപോലെ കുറച്ച് വെക്കണം. പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ലാസ്റ്റ് നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കസൂരി മേത്തി ചേർക്കുന്നുണ്ട്. അതൊന്ന് ചേർത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതുപോലെ കസൂരി മേത്തി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ലാസ്റ്റ് നമ്മളിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കടിക്കാൻ കിട്ടണേ, എന്നാലാണ് ടേസ്റ്റ്. അധികം പൊടിയാക്കരുത്. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലക്കടല ചേർത്താലും മതി. അപ്പോൾ നിലക്കടലയാണെങ്കിൽ ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ചേർക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ ആ ഒരു ക്യാപ്സിക്കം വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാൻ മറക്കല്ലേ.